കുറെ നാളായില്ലേ മീൻ കഴിച്ചിട്ടെന്ന് വിചാരിച്ച് എന്നൊന്ന് മീൻ വാങ്ങിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ മാർക്കറ്റിൽ പോയി. അയ്യോ, ട്രോളിംഗ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ലോ ക്ലാസ്സിൽ കിടന്നിരുന്ന ചാള വരെയും ഇപ്പോ ഹൈ ക്ലാസ് ആയി. ഞാനൊന്നും നോക്കിയില്ല, നേരെ ചിറ്റനെ വിളിച്ച് ചോദിച്ചു, ചിറ്റ എന്താണ് വാങ്ങേണ്ടത്? ചിറ്റ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ചാള മതിയെന്ന്. ഡബിൾ ഓക്കെ അടിച്ച് ഞാൻ 2 കിലോ ചാളയുമായി നേരെ വീട്ടിലോട്ട് ചെന്ന താമസം ചിറ്റ ചാള ക്ലീൻ ആക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ എന്തായാലും മിനി വ്ളോഗ് എടുക്കുന്നതല്ലേ, അങ്ങനെ ചിറ്റയും കൂടി ഫേമസ് ആണെങ്കിൽ ഫേമസ് ആകട്ടെ എന്ന് വിചാരിച്ചു. എന്താണ് ചിറ്റ എന്ന് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോ കണ്ണമാലി മോളി ചേച്ചിയുടെ സ്റ്റൈലിൽ നമുക്ക് ചാളക്കറി വെക്കാന്ന് പറഞ്ഞു. ഞാനും ഡബിൾ ഓക്കെ അടിച്ചു. പിന്നെ ചിറ്റ എങ്ങനെ മീൻകറി വെച്ചാലും ഞാൻ ഡബിൾ ഓക്കെ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും. ഈ കറി വെക്കുന്നതിന്റെ പ്രോസസ്സ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കൊടംപുളി ഇങ്ങനെ തിളപ്പിച്ചിട്ടാണ് അത്രേ മീൻകറിയിൽ ഒഴിക്കുന്നത്, മീൻ കറിയിലല്ല മീൻ കറി വെക്കാൻ നേരത്തെ ഒഴിക്കുന്നത്. അതാണ് അത്രേ കണ്ണമാലി മോളി ചേച്ചിയുടെ ഒരു സ്പെഷ്യാലിറ്റി. അത് പെക്കോ ഇവിടെ യൂട്യൂബിൽ കണ്ടെന്നാണ് പെക്കോ പറയുന്നത്. ഓ സോറി, പെക്കോ എന്ന് പറയുന്നത് ചിറ്റയാണ് കേട്ടോ, ഞാൻ ചിറ്റയെ വിളിക്കുന്നത് പെക്കോ എന്നാണ്. ഞാൻ പെക്കോയെ വെച്ച് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. ബിക്കോസ് അത്രയും ടേസ്റ്റ് ആണ് ചിറ്റയുടെ ഓരോ ഡിഷസും. കറി റെഡിയായി ഗൈസ്, ഞാൻ ഒരു പറ ചോറ് തിന്നട്ടെ.